ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്താണ് ഈ പഠിക്കുന്നതെന്ന് അറിയുക എന്നുള്ളത്. കാരണം എപ്പോഴും കേട്ടിട്ടുണ്ട്, നോളജ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മുടേത്. നമ്മുടേത് മാത്രമല്ല, ലോകത്തിൽ എവിടെയും കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് ആണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. അതായത് ഈ സ്കൂളിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഡേറ്റാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാകും എന്ന് പറയുന്നത് ഒരു പ്രൂവൺ സയൻറ്റിഫിക്കൽ തിയറിയാണ്. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സ് ആയിക്കോട്ടെ, എക്കണോമിക്സിലേക്കും ഹിസ്റ്ററിയിലേക്കും വരുമ്പോഴാണ്, അതിൽ എക്കണോമിക്സിലൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി എവിഡൻസ് ബേസ്ഡ് ആണെങ്കിലും അതിന് പല ഡേറ്റാസുകൾ ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാ തിയറികളിലും ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരുപാട് ഡേറ്റാസ് കൂടുതലും എക്കണോമിക്സ്, ഫിസിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. കാരണം ഡേറ്റാസ് ഒരുപാടുണ്ട്. പല ഇൻവെസ്റ്റിഗേഷനുകളും പല എക്സ്പ്ലനേഷനും പല സയൻറ്റിഫിക്കൽ ഇന്നോവേഷനും അതിൽ നടന്നിട്ടുണ്ട്. അപ്പം ആ ഇന്നോവേഷനുകളെ കുറിച്ചെല്ലാം അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന സത്യവും പരാജയവും ഫെയിലിയറും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ നോളജ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ്, ഫാക്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം ലോകത്തെല്ലായിടത്തും കൊടുക്കുന്നത്. പക്ഷേ ഈ ഫാക്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എസെൻഷ്യലാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഫാക്ട് ബേസ്ഡ് ആയ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുക എന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒപ്പീനിയനാണ്. മനസ്സിലായി? ഈ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ഒപ്പീനിയൻ നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഒപ്പീനിയൻ ബേസ്ഡ് ആയ ക്വസ്റ്റ്യൻസുകളും ഒപ്പീനിയൻ ബേസ്ഡ് ആയ ചോദ്യങ്ങളും ഒക്കെ വരുന്നത് ഒരു ഹൈലി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലാണ്. ഒന്നും കൂടി പറഞ്ഞാൽ IPS, IAS അങ്ങനെയുള്ള എക്സാമിനുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഒപ്പീനിയൻ്റെ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പീനിയൻ ബേസ്ഡ് ആൻസർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയന് എവിഡൻസ് ബേസ്ഡ് ആയ കാര്യങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. നമുക്കൊരു പത്രത്തിലെ ഒരു എഡിറ്റോറിയൽ എടുക്കാം. പത്രത്തിലെ പല ന്യൂസുകളും ചിലപ്പോൾ നോളജ് ബേസ്ഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പത്രത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ചീഫ് എഡിറ്റർ എഴുതുന്ന ലേഖനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡിറ്റോറിയലാണ്. അപ്പം ആ എഡിറ്റോറിയലിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ആ എഡിറ്ററുടെ കഴിവ് കാണും, അയാളുടെ അക്കാഡമിക്കൽ സ്കില്ല് കാണും, അയാൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഉള്ള ഗഹനമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന രേഖയായിരിക്കും. അതുകൊണ്ടാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു IAS IPS ലെവലിലേക്കുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകളാണ്. അതെന്തുകൊണ്ട് മാസ്റ്റർ ക്ലാസ്സുകൾ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രൂവൺ അല്ലെങ്കിൽ അത്രയ്ക്കും എവിഡൻസ് ബേസ്ഡ് ഫാക്ട് നിരത്തിയുള്ള ഒപ്പീനിയൻ ആയിരിക്കും അയാൾ പറയുന്നത്. അയാളുടെ നോളജിൻ്റെ ശേഷി എന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും പഠനമായിട്ട് കൊടുക്കാൻ മാത്രം ശേഷിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഒരു ലെക്ചർ ക്ലാസ് ആയിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലിനെ പലരും കാണാൻ കാരണം. അപ്പം ഈ ഒപ്പീനിയൻ എന്താണ്? ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ബേസുകൾ, ഈ സയൻറ്റിഫിക്കലി എവിഡൻസ്ഡ് ആയിട്ടുള്ള ഈ ബേസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുകയാണ്. അപ്പം ഒപ്പീനിയൻ ഉണ്ടാക്കാൻ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിരിക്കണം.
അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മളൊരു ഒപ്പീനിയനിലേക്ക് എത്തുന്നത്? ഒരു എങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമുക്ക് ഒപ്പീനിയൻ ആക്കാൻ പറ്റുന്നത്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒന്നും ഒരു ഒപ്പീനിയൻ പാരഗ്രാഫോ ഒപ്പീനിയൻ സംഭവമോ അല്ല. അത് ഫാക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതാണ്. അതായത് ഫാക്റ്റിനെ സയൻറ്റിഫിക്കൽ അടിസ്ഥാനത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുക. അതായത് അതിലെ ലെറ്ററുകൾ അല്ലെ അതിലെ എഴുത്തിൻ്റെ ഒരു രീതി നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഫുള്ളി എവിഡൻസ് ബേസ്ഡ് സയൻറ്റിഫിക്കൽ ഡിസ്ക്രിപ്ഷനാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഹാർട്ടിനെ കുറിച്ച് നമ്മൾ ഒരു ടോപ്പിക് എടുക്കുക. ഹാർട്ടിനെ കുറിച്ച് അത് പറഞ്ഞത് അതിൻ്റെ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ട്. ടോപ്പിക് സെൻറ്റൻസിൽ ഫാക്റ്റ് ഉണ്ട്. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെയായിരിക്കും അതിനകത്ത് സെൻറ്റൻസുകൾ പറയുന്നത്? അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഹാർട്ട്, സർക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ ടോപ്പിക്കായി എങ്ങനെയാണ് പറയുന്നത്? ഫ്രം ദ ഓൾ ഓവർ ദ ബോഡി blood comes to the right atrium. From the right atrium it goes to the right ventricle. From the right ventricle it goes to the lungs. From the lungs it comes to the left atrium. From the left atrium it goes to the left ventricle. From there it pumps to aorta. പറഞ്ഞതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ? എല്ലാം ഒരേ വികാരം, ഇമോഷണലി ഒട്ടും കണക്റ്റഡ് അല്ലാതെ ഒരേ കാര്യങ്ങൾ, ഒരേ സെൻറ്റൻസ്, ഒരേ സ്റ്റൈലിൽ പല പല വൊക്കാബുലറി മാറി മാറി ഉപയോഗിച്ചാണ് ആ കാര്യം പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ പറയുമ്പം ഒട്ടും അതിനകത്ത് ഒരു സ്റ്റൈലില്ല. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അത് ഫാക്റ്റിൻ്റെ നടക്കുന്ന കാര്യം ഇന്നുവരെ ഉണ്ടായ സയൻറ്റിഫിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുക ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യാൻ പോവാം. ഡോക്ടർ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് പുള്ളി ഓപ്പറേഷൻ ചെയ്യുമ്പം, ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് പുള്ളിക്ക് അറിയാമായിരിക്കണം എവിടെ നിന്നാണ് ബ്ലഡ് വരുന്നത്, ബ്ലഡിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും. ഈ ഫ്ലോയും ഈ കാൽക്കുലേഷനും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ആ സർജറി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഈ ഹാർട്ടിൻ്റെ ഇവിടെ ഇടിക്കുമ്പം അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഇടിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ ഈ ഹാർട്ടിൽ വർക്ക് ചെയ്യുമ്പം റീനൽ സിസ്റ്റത്തിലും ബ്രെയിനിലും എന്ത് സംഭവിക്കും. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനുകൾ എങ്ങനെ മാറ്റും?